റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കൊടുത്തിരുന്നോ? അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും. അങ്ങനെയൊന്നും ഇപ്പം എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ? ഈ അവരെ അപേക്ഷ അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല, മീഡിയയിലൊന്നും പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട്. അപ്പോൾ ഈ അരുൺ മുട്ട എങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ അതിൽ ഓവർ സ്മാർട്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം. ഞാൻ അത് കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്യും. കാരണം നാളെ വേറൊരു കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അരുൺകുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. നിങ്ങൾ ആരാ, അഡ്വക്കേറ്റോ അതോ കോടതി ജഡ്ജോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ വന്ന കുട്ടി ഇവിടെ എന്നെ ഇന്റർവ്യൂ ഇറങ്ങുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, മേലിൽ ഇങ്ങോട്ട് വന്നേക്കരുത്, നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ആരും വരണ്ട. കാരണം നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ അപമാനിക്കുന്നത് ശരി, നമ്മൾ സത്യം തുറന്നു പറയുന്ന ഒരാളാണ് അല്ലേ? ഓക്കെ എന്താ ചെയ്യാ, മിനി ചേച്ചിയുടെ ഓരോ കാര്യങ്ങള്. അപ്പോ അരുണിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. എന്തിനാണെന്നറിയോ? ട്രയല് ചാനലിൽ ഇരുന്ന് പാടില്ല എന്നാണ്. ഓക്കെ, കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്ന മിനി ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുള്ള ഒരു 16 വയസ്സിന്റെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത പെൺകുട്ടിയുടെ മുഖം ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലേ? ഫോട്ടോ അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി ആ പെൺകുട്ടിയുടെ വീട്ടുപേര്, ആ പെൺകുട്ടിയുടെ പേര്, സ്കൂളിൽ പഠിച്ച സ്കൂളിന്റെ പേര് എല്ലാം ചേർത്തുകൊണ്ട് നിങ്ങളൊരു ട്രയൽ നടത്തിയിട്ടില്ലേ? ഇല്ലേ? ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു ഇരയെ ഇട്ട് കൊടുക്കാൻ പാടൂ? ഇല്ല. അതൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങളത് ചെയ്ത് നിങ്ങൾക്ക് യാതൊരു സങ്കടവും തോന്നില്ല? അരുണിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോ അത് മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിന് അങ്ങോട്ട് വന്നു പോകരുതെന്നാണ് പറയുന്നത്. ഒരു പക്ഷെ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് അവർ ഇറങ്ങിപ്പോകാൻ നോക്കിയത്, മുഖം കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ അവർക്ക് ഇവരുടെ മുഖം കാണിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇവരുടെ മുഖം എല്ലാവരും കാണിക്കണം. അത് ഞാൻ ഇരയായാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിയമത്തിന്റെ മുന്നിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലെ? ഇപ്പതാ അരുണിനെതിരെ കംപ്ലൈന്റ്. എന്താണ് കംപ്ലൈന്റ്? ട്രയൽ ചെയ്തു എന്നുള്ളതാ. കോടതി പറഞ്ഞത് ശരിയാണ്, ട്രയൽ ചെയ്യാൻ പാടില്ല, ശരിയാ. പക്ഷെ നിങ്ങളും അതേ തോണിയിൽ സഞ്ചരിക്കുന്ന ആള് തന്നെയാണ്. നിങ്ങൾക്കെതിരെ അലിഗേഷൻ പറഞ്ഞ പെൺകുട്ടിയുടെ ഫോട്ടോ, പേര്, അഡ്രസ്സ്, വീട്ടുപേര്, നാള്, എല്ലാ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും ചേച്ചിക്ക് അതൊന്നും പറയാനില്ല. കൊള്ളാം, ഒന്ന് കേട്ടു വെക്ക. എന്തായാലും കലാഭവൻ മണിക്കെതിരെയും കൂടി ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, നടപടിയാവാൻ തോന്നുന്നില്ല. എന്തായാലും കേൾക്കാം. ഈ കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. അതിലെന്താ? അത് ഒരു പ്രാവശ്യം വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ എങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. അത് ഇതിന് മുമ്പാണ്, ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാ. അത് കാലഘട്ടം ഏതാണ്? വർഷം 2008-നും 2012-നും ഇടയ്ക്കാണേ. കറക്റ്റായിട്ട് പറഞ്ഞിട്ട് എല്ലാം ഓർത്തെടുക്കണം. അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ചു, പുള്ളി ഇപ്പുറത്തിരുന്നു, വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി, മൺചേട്ടൻ്റെ അടുത്ത് പാടിപ്പോയി. അവിടെ ചെന്നേക്കും കുറേ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കായിരുന്നു. എന്നോട് ചോദിച്ചു, നീ അടിക്കുമോ? ഞാൻ പറഞ്ഞു, ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചിട്ട് എനിക്ക് ഡ്രിങ്ക്സും വേണ്ട, എന്നാൽ നീ അവിടെ മാറിയിരുന്നു. എന്നോട് മാറ്റിയിരുത്തി. അപ്പം മണിച്ചേട്ടൻ അവിടെ നേരം ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞത്തേക്കും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മണിച്ചേട്ടൻ വന്നു. മണിച്ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച പോരെ, നമുക്കൊന്ന് കൂടാന്നേ ബാ എന്ന് പറഞ്ഞു. ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്നാൽ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം പരിചയപ്പെടുന്നില്ല, പേഴ്സണായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കരുത്, എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞു. ശരി എന്നാൽ. അപ്പോൾ പുള്ളിക്കാരൻ മോഹമൊക്കെ പോയി. എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ, ഇങ്ങോട്ടെത്തപ്പോൾ ജാഫർ കാണിച്ചു തന്നു. അങ്ങോട്ടേപ്പോൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കടകടാന്ന് പഠിച്ച് ആ മെയിൻ റോഡിൽ എന്നെ കയറ്റി വിട്ടു. ഓക്കെ, മദ്യപിക്കാൻ വിളിച്ചു എന്നുള്ളതാണ് ആള് പറയുന്നത്. ഓക്കെ, അടിപൊളി. കലാഭവൻ മണിയെ കുറിച്ചൊരു അലിഗേഷൻ പറയുമ്പോൾ ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് നല്ലതാണ്. മരിച്ചുപോയ ആളുകൾക്കെതിരെ ഇങ്ങനെയുള്ള അലിഗേഷൻ പറയുമ്പോൾ അവരുടെ ഫാമിലി അടങ്ങിയിരിക്കുന്നത് തോന്നുന്നുണ്ടോ? കലാഭവൻ മണി എന്തെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ കേട്ട അപ്പൊ തന്നെ പ്രതികരണവുമായി വന്നിട്ടുണ്ട്, ഉറപ്പാ. അപ്പൊ നിങ്ങൾ പറയുന്ന അലിഗേഷൻസിൽ എല്ലാം ശരിയെന്നും നിങ്ങൾക്കെതിരെ പറയുന്ന അലിഗേഷൻസ് നുണയാണ് എന്നും നിങ്ങൾ തന്നെ ഇരുന്ന് പറയുകയാണ്. അതായത് ഞാനാണ് ശരി, ബാക്കിയുള്ള ആളുകളൊന്നും ശരിയല്ല എന്ന രീതിയിലേക്ക് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്ന് ആദ്യം തന്നെ ഞാൻ ഉറപ്പിക്കുകയാണ്. കലാഭവൻ മണി എന്ന് പറയുന്ന മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്, ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അവരെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുന്നുള്ള കാര്യം യാതൊരു തർക്കവും വേണ്ട. കാരണം നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ 2 ദിവസം മുമ്പ് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കൊണ്ട് ചില ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കമന്റിൽ കണ്ടു. ഈ ഒരു സ്ത്രീ നിങ്ങളെ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുന്നത് നല്ലതാ. എന്നിട്ട് യൂട്യൂബർമാരെ നിങ്ങൾ കളിയാക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് 1000-ഓ 1,00,000-ഓ ആളുകൾ കമന്റ് ഇടുന്നത് നിങ്ങൾക്കെതിരെ തന്നെയാണ്. ഓക്കെ, അത് ഏകോപിപ്പിച്ചിട്ട് ചില ആളുകൾ വീഡിയോ ചെയ്യും.
ആ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ കലാഭവനിക്കെതിരെ പറഞ്ഞത് എന്നെ മദ്യപിക്കാൻ എന്ത് പറഞ്ഞു, പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, കാണുന്ന പുള്ളിക്കാരനെ കാണുന്ന ഇലഞ്ഞിക്കാവ് എന്ന് PO സിനിമയിലെ പുള്ളിക്കാരനുണ്ട്. അന്ന് ഞാൻ എൻ്റെ റൂമിലും പുള്ളി വന്ന് റൂമിൽ കെട്ടി അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, നല്ല സങ്കടം, ഒരുപാട് പ്രാഗമൊക്കെ ചെയ്താ ഞാൻ. അപ്പോൾ പുള്ളിക്കാരൻ കയറി വന്ന ഉടനെ അങ്ങ് പൊട്ടി കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ഞാനിങ്ങനെ പുള്ളി ഇവിടെ ഇരുന്നിട്ട് എൻ്റെ കാലെടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി ആക്ടേഴ്സ് അല്ലേ, എനിക്ക് അഭിനയിച്ച് കരയുന്നതാണോ ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കിയപ്പോൾ കുടുകുടാന്ന് കണ്ണുനീര് വരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇല്ല മനുഷ്യട്ട് വിട്, എൻ്റെ കാലിന്ന് വിട്, ക്ഷമിച്ച് കാലിന്ന് വിട്, ഞാൻ അൺകംഫർട്ടബിൾ ആയി, എപ്പോഴും വീഴാം. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, ഞാൻ അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്തോ ചെയ്തതിന്, അങ്ങനെ കുറേ കരഞ്ഞ് പറഞ്ഞു. പുള്ളിക്കാരൻ വന്നാൽ ഡ്രിങ്ക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഒന്ന് നിർത്താവോ, കരച്ചിലൊന്ന് നിർത്തി പ്ലീസ് പറഞ്ഞപ്പോൾ കരച്ചിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു ഇല്ല എന്നോട് ക്ഷമിച്ചോ, ഞാൻ പറഞ്ഞു ക്ഷമിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീനിങ് ആ പാട്ടൊക്കെ പുള്ളി എനിക്ക് കൊണ്ട് പാടുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഐ എം ഓക്കെ, അപ്പോൾ ഇനി പിണക്കൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല പിണക്കൊന്നുമില്ല. അങ്ങനെയാണ് പുള്ളിനെ ലാസ്റ്റ് കാണുന്നത്. ഓക്കെ, കലാഭവൻ മണി ഇവരെ ഭാടിയിലേക്ക് വിളിച്ചു, മദ്യപിക്കാൻ പറഞ്ഞു, താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഒരു സിനിമയിൽ ഇവർക്ക് അവസരം കിട്ടി, ആ ഒരു സിനിമയിൽ നിന്ന് കലാഭവൻ മണി അവരെ പുറത്താക്കി. അത് കഴിഞ്ഞ് കലാഭവൻ മണി കണ്ടന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഇവർ വന്നു. അതിന് ഇവരുടെ പ്രോഗ്രാമുകൾ കട്ട് ചെയ്ത് പുറത്താക്കി. ഇതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര ടെൻഷനായി. അയ്യോ, അവരങ്ങനെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. ഇതും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അവര് നേരെ കലാഭവൻ മണി വന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞ് മിന്നുങ്ങേ എങ്ങോട്ടാണ് ഈ തിണക്കം തിടുക്കം ആ സാധനം പാടി എന്ന് പറയുന്നത്. ഓക്കെ, മിന്നറിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇനി കുറെ ആളുകൾ കമന്റ് ഇടുന്നു, ഇനി ദയവ് ചെയ്ത് ചെയ്യല്ലേ, ഇതെന്റെ ലാസ്റ്റ് അവരെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മടുത്തു, ഇവർ അലിഗേഷൻസ് ഒക്കെ നുണയാണ് എന്ന് വീണ്ടും ഇവർ തന്നെ പറയുമ്പോൾ തന്നെ അത് ആവർത്തിച്ച് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കറിയില്ല. ഒരു ഇന്റർവ്യൂവിനിടയിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് സിനിമ ഒന്ന് അഭിനയിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല ഇനി. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയണ്ട എന്നാണോ, അല്ലെങ്കിൽ ഞാൻ നുണ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയാൻ എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടല്ലേ. കലാഭവൻ ചേട്ടൻ അങ്ങനെ കളിയാക്കിയത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം മരിച്ചു പോയ ഒരാളെ കുറിച്ചൊരു അലിഗേഷൻ പറയുക, അദ്ദേഹം അത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വളരെ മോശപ്പെട്ട രീതിയിൽ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതൊക്കെ ഭയങ്കര സങ്കടവും. അതുകൊണ്ടാണ് എനിക്കിത് വലിച്ചു നീട്ടാൻ താല്പര്യമില്ല. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത ഇതാണ്, എല്ലാവരെ കുറിച്ച് അലിഗേഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി എത്ര ആളുകളുടെ പേര് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഒരുപാടായില്ലേ. ഇതിങ്ങനെ പറഞ്ഞ് ജനങ്ങളുടെ വെറുപ്പ് ഇങ്ങനെ സമ്പാദിക്കുകയാണ് മിന്നറിന്റെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒന്നും പറയുന്നില്ല. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെ ദിസ് ഈസ് സഞ്ജയ് സൈനിങ്.